യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങ് രാജാവാണ്, അങ്ങ് രക്ഷകനാണ്, അങ്ങ് സർവശക്തനാണ്. അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഈശോ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളും തിന്മകളും ക്ഷമിച്ച് ഞങ്ങളുടെ ആത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. വിശുദ്ധ ബൈബിളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികൾ എഴുതിയ വചനങ്ങളുടെ സമാഹാരമാണ്. വിശുദ്ധ ബൈബിൾ രണ്ടായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ കാലവും പുതിയ നിയമത്തിൻ്റെ കാലവും. പഴയ നിയമ പുസ്തകവും പുതിയ നിയമ പുസ്തകവും. പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിലെ മനുഷ്യരും ഒത്തിരിയേറെ പാപങ്ങളിൽ ജീവിച്ചവരാണ്. പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിലെ മനുഷ്യരും പാപത്തിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാപം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത്, ആ നാടുകളിൽ പാപം ചെയ്തവർ അതിൻ്റെ തകർച്ചകളും ശിക്ഷകളും ഏറ്റുവാങ്ങുന്നതും അനുഭവിക്കുന്നതും നമ്മൾ കാണുകയാണ്. ഉദാഹരണത്തിന്, സാംസൺ ദൈവത്തെ മറന്നു. ദൈവം കൊടുത്ത നിർദ്ദേശങ്ങൾ അവഗണിച്ച് പാപത്തിലേക്ക് പോയി. ലഹരി കഴിച്ചു, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പാപം ചെയ്തു, തൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിച്ചു. അവസാനം സാംസൺ ദൈവത്തിൽ നിന്ന് അകന്ന് പാപസുഖങ്ങൾ അനുഭവിച്ചതിൻ്റെ എല്ലാ ശിക്ഷയും വേദനയും തകർച്ചകളും ഏറ്റുവാങ്ങി. ഫിലിസ്തീർ പിടിച്ചു കിട്ടി, കണ്ണുകൾ തുറന്നെടുത്തു, ജയിലിലടച്ചു. ഒരു മനുഷ്യ വ്യക്തി അനുഭവിക്കാവുന്ന ക്രൂരമായ സഹനങ്ങളിലൂടെ, ശാരീരിക വേദനയുടെ പീഡയിലൂടെ സാംസന് കടന്നു പോകേണ്ടി വന്നു. ജഡിക പാപങ്ങളിലും സുഖങ്ങളിലും മുഴുകിയ സാംസന്
അതിൻ്റെ വേദന മുഴുവൻ സുഖമനുഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ശരീരത്തിൽ ഏറെ സഹിക്കേണ്ടി വന്നു. സുഖം തേടി പോകുന്നവര്, പാപസുഖം തേടി പോകുന്നവർ ഓർത്തുകൊള്ളുക, ഇതിന് നിനക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സമയമുണ്ട്. പാപത്തിലെ സുഖം തേടുന്നവർ ആരുമായിക്കൊള്ളട്ടെ, എത്ര ഉന്നതരുമായിക്കൊള്ളട്ടെ, അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും. പാപസുഖം തേടുന്നവര്, ജഡസുഖം തേടി ജീവിക്കുന്നവര്, എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരാണെങ്കിലും, എത്ര ഉന്നത വ്യക്തികളാണെങ്കിലും അതിൻ്റെ അപമാനവും തകർച്ചയും വേദനയും സഹനവും അനുഭവിക്കേണ്ടി വരും. നമ്മളിത് കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. പഴയ നിയമത്തിൽ പാപം ചെയ്തുവെങ്കിൽ അതിന് സകല തകർച്ചകളും പാപത്തിൽ ജീവിച്ചവർ ഏറ്റുവാങ്ങി. അവര് അനുദപിച്ചിട്ടുണ്ടാവും, ദൈവത്തോട് നേരിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞവർ നിലവിളിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. എഫേസോസ് 1:7 പറയുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശു ക്രിസ്തുവിൽ പാപമോചനവും രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് മുഴുവൻ പാപമോചനമുണ്ട്, മാനവരാശിക്ക് മുഴുവൻ രക്ഷയുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. യേശു ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ, സഹനങ്ങൾ, മുറിവുകൾ, കുരിശിൽ ഏറ്റുവാങ്ങിയ അപമാനം, കുരിശിൽ പിടഞ്ഞ് രക്തം ചുന്തി അവൻ മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി തന്നെയായിരുന്നു. പുതിയ നിയമത്തിൽ ഒരു വ്യക്തി യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ വലിയ കരുണ ഒഴുകുകയാണ് ആ വ്യക്തിയുടെ മേൽ. പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും ഒരുപോലെ പാപമോചനം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ, അത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലാണ് യേശുവിന് മുൻപ് ജീവിച്ചിരുന്ന കോടാനുകോടി മനുഷ്യർക്ക് പാപമോചനം കിട്ടിയത്. ഇനി ലോകത്തിൻ്റെ അന്ത്യം വരെ ജനിച്ച് ജീവിച്ചു മരിക്കാനുള്ള മുഴുവൻ പേർക്ക് വേണ്ടി ദൈവപുത്രനായ യേശുക്രിസ്തു പാപപരിഹാരം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ സദ്വാർത്ത. ഇതാണ്, നമുക്ക് വേണ്ടി ക്രിസ്തു പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു. അവിടുത്തെ കൃപയുടെ സമൃദ്ധി അത് നമുക്ക് പാപമോചനമായി രക്ഷയായിട്ട് മാറുകയാണ്. കുരിശിൽ അവിടെ നിന്ന് ചിന്തിയ ആ തിരിച്ചോര എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തന്നെ ആയിരുന്നു. പുതിയ നിയമത്തിലുള്ള ഒരു വ്യക്തി കുമ്പസാരം എന്ന കൂദാശയ്ക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ അഭിഷിക്തന്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സഭയിൽ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ആ വ്യക്തിയുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു, മായ്ക്കപ്പെടുന്നു. വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചത് ക്രിസ്തുവ. ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ സകല പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളും തകർച്ചകളും ദോഷങ്ങളും ക്രിസ്തു ഏറ്റെടുത്തു. അതുകൊണ്ട് യേശുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് ശിക്ഷാവിധി ഇല്ല. റോമ 8:1. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. അല്ല, യേശുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഐക്യപ്പെട്ട് കഴിയുമ്പോൾ
നമുക്ക് ശിക്ഷാവധിയില്ല. ശിക്ഷയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മോചനം ലഭിക്കാം. എൻ്റെ പാപത്തിനുള്ള ശിക്ഷ യേശു കുരിശിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. 2 സാമുവേൽ 11-12 അധ്യായങ്ങൾ. ഇടയനായിരുന്ന, ബാലനായിരുന്ന, നിഷ്കളങ്കനായിരുന്ന ദാവീദിന്റെ ഹൃദയത്തിൽ തനിക്ക് ചേർന്ന ഒരാളെ ദൈവം കാണുകയാണ്. അങ്ങനെ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം തെരഞ്ഞെടുത്തു. എല്ലാ നന്മകളുടെയും സമൃദ്ധി ദാവീദിന് ലഭിച്ചു. സമ്പത്ത്, ഭാര്യമാര്, മക്കള് എല്ലാം ദാവീദിന് കർത്താവ് നൽകി. പക്ഷേ ഈ ദാവീദിന് വലിയ ഒരു തെറ്റ് സംഭവിക്കുക. ഒരു മധ്യാഹ്നത്തിൽ മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോൾ ഇതാ ദൂരെ കുളിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. ഉറിയായുടെ ഭാര്യ ബത്ശേബ. ദാവീദിന്റെ കണ്ണുകൾ പാപം ചെയ്തു. ദാവീദിന്റെ കണ്ണുകൾ അവളെ കണ്ടു. അവളെ സ്വന്തമാക്കാൻ ദാവീദ് ആഗ്രഹിച്ചു. ദാവീദ് ആഗ്രഹിച്ചതുപോലെ ബത്ശേബയെ വരുത്തി അവളോടൊപ്പം പാപം ചെയ്തു. ലൈംഗികതയുടെ ആ ഒരു പാപത്തിലേക്ക് ദാവീദ് കടന്നു പോവുകയാണ്. അവൾ ഗർഭിണിയായി. യുദ്ധകളത്തിലായിരുന്ന ഉറിയായെ വരുത്തി. ഉറിയായോട് പറയുന്നു, നീ ഭവനത്തിൽ പൊക്കൊള്ളുക, ഭാര്യയോടൊപ്പം ഒന്നിച്ച് താമസിക്കാൻ പറയുന്നു. ഉറിയ രാജാവിനെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. ഉറിയ പറഞ്ഞു, ഞാൻ പോവില്ല. മദ്യപിച്ച് അന്ന് ഉറിയ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആ രാജാവ് ഉറിയായെ മദ്യപിച്ചു, ലഹരി ആക്കി. എന്നിട്ടും വിട്ടിപ്പാൻ പറഞ്ഞു. എന്നിട്ടും ഉറിയ പോയില്ല. ഒന്നിന് പുറകെ ഒന്നായി പാപത്തിലേക്ക് ദൈവത്തിന്റെ അഭിഷിക്തൻ ദാവീദ് കടന്നു പോവുകയാണ്. അവസാനം ചതിവില് ഉറിയായെ പടക്കളത്തിൽ വെച്ച് ദാവീദ് കൊല്ലിച്ചു. നോക്കുക, ഒരു നോട്ടം അത് പിന്നീട് വ്യഭിചാരമായി. ബത്ശേബയെ ഗർഭിണിയായി. അവിടെ ഭർത്താവിനെ യുദ്ധക്കളച്ച് വെച്ച് കൊല്ലിക്കുന്നു. അങ്ങനെ ഒന്നിന് പുറകെ പാപങ്ങൾ ദാവീദ് ചെയ്ത് കൂട്ടുകയാണ്. അതിനുശേഷം ബത്ശേബയെ ദാവീദ് സ്വന്തമാക്കി. ഒരു ദിവസം ഇതാ ദൈവത്തിന്റെ പ്രവാചകൻ നാഥാൻ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് ദാവീദ് രാജാവിനോട് പറയുകയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു പെണ്ണാട്ടിൻകുട്ടിയും ഏതാനും ആട്ടിൻകുട്ടികളും ഉണ്ടായിരുന്നു. ധനികനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പെണ്ണാട്ടിൻകുട്ടിയെ പിടിച്ച് കറിവെച്ച് ഭക്ഷിച്ചു. ഇത് ശരിയോ തെറ്റോ? രാജസിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ദാവീദ് പറഞ്ഞു, അത് ചെയ്തവൻ ആരായാലും ശരി, അവൻ വധിക്കപ്പെടണം. ദാവീദിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ, കർത്താവിന്റെ അഭിഷിക്തൻ പറഞ്ഞു, ആ വ്യക്തി നീയാണ്, അത് ചെയ്തവൻ നീയാണ്. ദാവീദിന് തൻ്റെ തെറ്റ് മനസ്സിലാവുകയാണ്. ദാവീദ് ചാരം പൂശി ചാക്കൊടുത്ത് ഉപവാസമെടുത്ത് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നാഥാൻ പ്രവാചകൻ വീണ്ടും വന്നിട്ട് പറയുകയാണ്, നിന്റെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ബത്ശേബയിൽ ജനിക്കുന്ന കുഞ്ഞ് മരിച്ചു പോകും. നിന്റെ ഭവനത്തിൽ നിന്ന് ഒരിക്കലും വാൾ ഒഴിയുകയില്ല. നീ ബത്ശേബയെ രഹസ്യമായി ഭാര്യയാക്കി. നിന്റെ ഭാര്യമാർ പരസ്യമായി ബലാത്സംഗത്തിന് ഇരയാകും. പട്ടപ്പകൽ അവര് അപമാനം ഏറ്റുവാങ്ങേണ്ടി വരും. നിന്റെ കുടുംബത്തിൽ തന്നെ ഈ വലിയ പാപങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നാഥാൻ പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ്.
ദാവീദിന്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു. പക്ഷേ ആ പാപത്തിന്റെ ഫലമായിട്ടുള്ള നാഥാനിലൂടെ പ്രവചിക്കപ്പെട്ട ആ പ്രവചനം അതുപോലെ സംഭവിച്ചു. ബത്ശബയുടെ കുഞ്ഞ് മരിച്ചു. സ്വന്തം ഭവനത്തിൽ മക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അമ്നോനും താമാറും അബ്സലോമും. അമ്നോൻ താമാറിനെ കീഴ്പ്പെടുത്തി അവളോടൊപ്പം ശയിച്ചു. ഇതറിഞ്ഞ അബ്സലോം മനസ്സിൽ പ്രതികാരം സൂക്ഷിച്ചു. അവസാനം മദ്യം കൊടുത്ത് കുടിപ്പിച്ച് അമ്നോനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു. അബ്സലോം ഇതാ സ്വന്തം പിതാവിനെതിരായിട്ട് പട നയിക്കുന്നു. അബ്സലോമിന്റെ പടയാളികൾ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരെ പരസ്യമായിട്ട് പീഡിപ്പിക്കുന്നു, അവരോടൊപ്പം ശയിക്കുന്നു. നാഥാൻ പ്രവാചകൻ പറഞ്ഞതെല്ലാം ആ കുടുംബത്തിൽ സംഭവിക്കുക. പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയത്തില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തില് സമാധാനമുണ്ടാവത്തില്ല. നിന്റെ കുടുംബത്തിൽ വാളും പോരും ശത്രുതയും എന്നും ഉണ്ടാവും. സഹോദരങ്ങൾ തമ്മിൽ ശത്രുതയായി കുടുംബം മൊത്തം തകരുക. രാജാവിന് അവസാനം ഒളിച്ചോടേണ്ടി വരുന്നു. അബ്സലോമിനെ യോവാബ് കുന്തമെറിഞ്ഞു കൊല്ലുന്നു. ഇതൊക്കെ പഴയ നിയമത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തി തിന്മ ചെയ്താൽ അതിൻ്റെ സകല ദുരന്ത ഫലങ്ങളും ഏറ്റുവാങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലം ക്രിസ്തുവിന്റെ കുരിശുമരണത്തിനു ശേഷം വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയും ചെയ്തിട്ടുള്ള സകല പാപത്തിനും ക്രിസ്തു പരിഹാരം ചെയ്തു കഴിഞ്ഞു, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ക്രിസ്തു പാപപരിഹാര ബലിയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ഞാൻ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കഴിയുമ്പോൾ, യേശുവുമായിട്ട് ഞാൻ ഐക്യപ്പെട്ടു കഴിയുമ്പോൾ പാപത്തിൻ്റെ എല്ലാ ദുരന്ത ഫലങ്ങളിൽ നിന്നും യേശു നമ്മളെ മോചിപ്പിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. യേശു അതിനുവേണ്ടി തന്നെയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതും. പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ജനത്തിന് പാപങ്ങൾ നിരന്തരം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുവാൻ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, അതിന് വ്യക്തിപരമായിട്ടൊക്കെ പ്രായശ്ചിത്തമൊക്കെ ചെയ്യാനുള്ള വലിയ അവസരമാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വചനം, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ യേശു ക്രിസ്തു വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നതിനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കില്ല. നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിക്കും. അവൻ വിശ്വസ്തനാണ്, നീതിമാനാണ്. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് മായ്ച്ചു കളയും. സകല അനീതികളിൽ നിന്ന് അവൻ നമ്മെ ശുദ്ധീകരിക്കും. എല്ലാ അനീതിയിൽ നിന്നും അവൻ നമ്മെ ശുദ്ധീകരിക്കും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു. നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്, എന്നും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. 2 കൊരിന്തോസിൽ 5-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വചനങ്ങൾ, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും, രമ്യതയുടെ ശുശ്രൂഷ അതാണ് കുമ്പസാരം. രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. രമ്യതയുടെ ശുശ്രൂഷ, അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ് കുമ്പസാരം എന്ന കൂദാശ. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട്
ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. സഭയിൽ പിതാക്കന്മാരിലൂടെ വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന അപ്പസ്തോലിക അധികാരത്തിൻ്റെ പിന്തുടർച്ച, പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പാപങ്ങൾ മോചിച്ച് നമ്മളെ ദൈവമായിട്ട് രമ്യതപ്പെടുത്തുകയാണ്. ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. അതായത് ഞങ്ങൾ പാപം മോചിക്കുവാൻ ക്രിസ്തുവിൽ നിന്ന് അധികാരം ലഭിച്ച സ്ഥാനപതികൾ, അംബാസഡർമാരാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഞങ്ങൾ വഴി നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുക. അപ്പോൾ പൗരോഹിത്യത്തിൽ ദൈവം കൊടുത്ത ഏറ്റവും വലിയൊരു അധികാരമാണ് പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം. അതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ, അതിൻ്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. കുമ്പസാരത്തിലൂടെ നമ്മുടെ പിന്നിലുള്ള പാപങ്ങളും ശാപങ്ങളും സകല ബന്ധനങ്ങളും തകർക്കപ്പെടുകയാണ്. നന്നായിട്ടൊരുങ്ങി ഒന്ന് കുമ്പസാരിച്ചു കഴിയുമ്പോൾ സകല പാപത്തിൻ്റെ കെട്ടുകളും തിന്മയുടെ ബന്ധനങ്ങളും ശാപത്തിൻ്റെ ശക്തികളും നമ്മളെ വിട്ടുമാറും. നമ്മുടെ അകൃത്യങ്ങളും തിന്മകളും പാപങ്ങളും എല്ലാം ക്രിസ്തു ഏറ്റെടുത്തു കഴിഞ്ഞു. അവൻ തൻ്റെ ശരീരത്തിൽ സഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പാപമോചനമുണ്ട്. ക്രിസ്തു തൻ്റെ സ്ഥാനപതികളായി നിയമിച്ചിരിക്കുന്ന അഭിഷിക്തരിലൂടെ, വൈദികരിലൂടെ നമുക്ക് കുമ്പസാരമെന്ന കുദാശയിലൂടെ പാപമോചനം ലഭിക്കുന്നു. ഹല്ലേലൂയ. കുമ്പസാരമെന്ന കുദാശയിലൂടെ പാപമോചനവും രക്ഷയും നമുക്ക് ലഭിക്കുന്നു. അനുഗ്രഹം സമൃദ്ധമായിട്ട് യേശു നമ്മുടെ മേൽ ചൊരിയുന്ന കൂദാശയ കുമ്പസാരം. അനുഗ്രഹത്തിൻ്റെ ദൈവ കരുണയുടെ നിറമാണ് വിശുദ്ധ കുമ്പസാരം. ദൈവത്തിൻ്റെ കരുണയുടെ വലിയ പ്രവാഹം ഓരോ കുമ്പസാരക്കൂട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുമ്പസാരത്തെ ശരിയായ അർത്ഥത്തിൽ സമീപിക്കാം. ആവർത്തിച്ച് പാപം ചെയ്യുകയും കുമ്പസാരിക്കുകയും ചെയ്യാനുള്ള കുദാശ അല്ലിത്. ഇത് അനുദപിച്ച് ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറയുന്ന വലിയൊരു കുദാശയാണ്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നന്നായിട്ട് മുൻപോട്ട് പോകാം. വലിയ വിടുതൽ കുമ്പസാരമെന്ന കുദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നു. കുമ്പസാരത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കാം. മഹാവിശുദ്ധനായ വിശുദ്ധ ജോൺ പോൾ പിതാവ് പറയുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുമായിരുന്നു. ആ വിശുദ്ധാത്മാക്കളൊക്കെ കുമ്പസാരത്തിലൂടെയാണ് വിശുദ്ധീകരിക്കപ്പെട്ട വലിയ വിശുദ്ധ പദവിയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കും അങ്ങനെയാകാം. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു മഹത്വം. ആമേൻ. എന്താ പേരെന്താ? സജി. എവിടെ നിന്ന് വരുന്നു? കരിമ്പൻ. എന്ത് പറ്റിയായിരുന്നു കാലിന്? കാലിന് ഒരു വർഷത്തോളമായിട്ട് തളർച്ച പോലെ, മുട്ടിന് അഴുകി തളർച്ചയും വേദനയായിരുന്നു. നടക്കത്തില്ലായിരുന്നു, മരപ്പായിരുന്നു. ഒരാളുടെ സഹായം അല്ലാതെ ശാരം പോലും നടക്കത്തില്ലായിരുന്നു. ഒരാളുടെ സഹായം കൂടാതെ ഒറ്റയ്ക്കാണോ ധ്യാനിക്കാൻ വന്നത്? വൈഫാ? കയറി വാ. കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? 2 പേര്. 2 പേര്. രണ്ടാൺമക്കള്. മൂത്തയാൾ ഡിഗ്രിക്ക് 3rd ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്ര നാളായി ഈ പ്രയാസമായിട്ട്? 1 വർഷത്തോളം. കാലൊന്ന് കാണിക്കാൻ പറ്റുമോ? ശോഷിപ്പുണ്ടോ കാലിന്? ഈ വേലാങ്കര നമ്മളിങ്ങനെ പേച്ച് വെച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, നടന്നുകൊണ്ടിരുന്നപ്പം. ഇപ്പം നേരെ നടക്കാൻ പറ്റുന്നുണ്ട്. ചെരുപ്പൂരി പോകുന്നൊന്നും അറിയാല്ലായിരുന്നു. അത് ശരി. നടക്കുമ്പോൾ ചെരുപ്പൂരി പോ അറിയത്തില്ല എന്നല്ലേ? ബലമില്ലായിരുന്നു. എപ്പോഴാണ് സൗഖ്യം കിട്ടിയത്? അത് ശരി. മുമ്പേ സൗഖ്യ പ്രാർത്ഥന സമയത്ത് കർത്താവ് ഹീൽ ചെയ്തു. അന്നേരം തന്നെ എണീച്ചു നടക്കാൻ തുടങ്ങി. കരം പിടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ,
പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും